വാടകയ്ക്ക് കൊടുക്കുന്ന റൂമുകളിലും ഹോസ്റ്റലുകളിലും ആശുപത്രികളിലുമെല്ലാം ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി ഇടുന്ന പ്ലഗുകളിൽ അവിടെ വരുന്ന താമസക്കാർ രഹസ്യമായിട്ട് ഇൻഡക്ഷൻ കുക്കറും ഹീറ്ററുമെല്ലാം ഉപയോഗിച്ചിട്ട് വൈദ്യുതി ബില്ല് കൂട്ടുന്നതുകൊണ്ട് സ്ഥാപന ഉടമകൾ പ്ലഗ് വേണ്ടെന്ന് പോലും വെക്കാറുണ്ട്. എന്നാൽ ഒരു ബൾബും ഒരു ഫാൻ കപ്പാസിറ്ററും മാത്രം ഉപയോഗിച്ചിട്ട് ആവശ്യമുള്ള അളവിൽ മാത്രം വൈദ്യുതി നൽകി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓണാക്കി വെക്കുക. ഇനി നമ്മളിതിൻ്റെ വർക്ക് ആരംഭിക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലഗ് ബോർഡും ഒരു ഹോൾഡറും എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു MDFൻ്റെ ഷീറ്റിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വയറിംഗ് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇവിടെ രണ്ട് മഞ്ഞ വയറുകൾ കാണുന്നത് നിലവിൽ നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഹോൾഡറിൽ നിന്ന് വരുന്ന രണ്ട് കണക്ഷനുകളാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന സ്വിച്ച് ബോർഡിൽ ഒരു പ്ലഗും രണ്ട് സ്വിച്ചുമാണുള്ളത്. ഇനി അതിലേക്ക് സപ്ലൈ കണക്ട് ചെയ്യുന്നതിന് ഞാനിവിടെ ഒരു 3 പിൻ മെയിൻസ് കോഡ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ 3 വയറുകളാണുള്ളത്, ഒരു റെഡ്, ഒരു ബ്ലാക്ക്, ഒരു ഗ്രീന്. ഇനി നമ്മൾ ഈ 3 പിൻ മെയിൻസ് കോഡ് ഈ ബോക്സിൽ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു ദ്വാരത്തിലൂടെ അകത്തേക്ക് എടുക്കുക. ഇനി നമ്മൾ ഈ 3 കണക്ഷനുകളും കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിലെ കണക്ഷനുകളെല്ലാം ഇതിൽ തന്നെ ഈ ഒരു പ്ലഗിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു വലിയ ടെർമിനൽ വരുന്നത് എർത്തും വലതു ഭാഗത്തുള്ളത് ലൈന് അതായത് ഫേസും ഇടതു ഭാഗത്തുള്ളത് ന്യൂട്രലുമാണ്. ഫേസിൻ്റെ റെഡ് വയറാണ് നമ്മൾ ആദ്യം കണക്ട് ചെയ്യാൻ പോകുന്നത്. അത് സ്വിച്ച് വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു റെഡ് വയർ നമ്മൾ കൊടുക്കാൻ പോകുന്നത് സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലേക്കാണ്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ സ്വിച്ചിൻ്റെ ഈ ഒരു ടെർമിനലിലേക്ക് റെഡ് വയർ ഇതുപോലെ സ്ക്രൂ ചെയ്ത് വെക്കുക. ഇതിലേക്ക് സപ്ലൈ വരുന്ന കേബിളിലെ ഫേസ് വയർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ന്യൂട്രലിൻ്റെ ബ്ലാക്ക് ആണ് കണക്ട് ചെയ്യാനുള്ളത്. അത് നേരിട്ട് പ്ലഗിൻ്റെ ആ ഒരു ന്യൂട്രലിൻ്റെ ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അവിടെ ന്യൂട്രൽ എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഒരു ടെർമിനലിലേക്ക് ഇതുപോലെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. ഇനി എർത്തിൻ്റെ ഗ്രീൻ വയറാണുള്ളത്. അത് പ്ലഗിൻ്റെ വലിയ ടെർമിനൽ, അവിടെ എർത്തിൻ്റെ സിമ്പൽ ഉണ്ടാവും. അത് നോക്കിയിട്ട് ഇതുപോലെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ 3 വയറുകളും കൊടുത്തു കഴിഞ്ഞു. ഇനി സ്വിച്ച് വഴി ഈ ഒരു പ്ലഗിലേക്ക് ഫേസ് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ സ്വിച്ചിൽ നിന്നും രണ്ടാമത്തെ സ്വിച്ചിലേക്ക് ഇതുപോലെ ഒരു വയർ പീസ് ഇട്ടുകൊണ്ട് ഒരു കണക്ഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്വിച്ചിൽ നിന്നും ഇതുപോലെ തന്നെ ഒരു വയർ പീസ് ഇട്ടുകൊണ്ട് പ്ലഗിൻ്റെ ലൈൻ എന്നെഴുതിയിട്ടുള്ള ടെർമിനലിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ അത് രണ്ടും കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ഒരു ബൾബ് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അത് കണക്ട് ചെയ്യുന്നത് ഈ രണ്ടാമത്തെ സ്വിച്ചിലേക്കാണ്. രണ്ടാമത്തെ സ്വിച്ചിൻ്റെ 2 ടെർമിനലിലേക്ക് ബൾബിൻ്റെ ഓരോ കണക്ഷനുകൾ ഇതുപോലെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സീരീസ് ടെസ്റ്റിംഗ് ബോർഡ് നിർമ്മിക്കുന്നത് കാണിച്ചിരുന്നു. അതേ കണക്ഷൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് വയറിങ്ങിൽ ഉപയോഗിക്കുമ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉപയോഗമെന്ന് പറയാം. ഇവിടെ നമ്മൾ 2 സ്വിച്ച് ഉപയോഗിച്ചതിൽ ഒന്ന് ഇതിലേക്കുള്ള സപ്ലൈ ഓൺ ചെയ്യുവാനും ഒന്ന് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന പ്ലഗിലേക്ക് നേരിട്ട് കണക്ഷൻ ആക്കാനും ഓഫാക്കി കഴിഞ്ഞാൽ സീരീസ് ആയിട്ട് കണക്ഷൻ ആക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരിട്ടാക്കുന്നതും സീരീസ് ആക്കുന്നതുമായ ഈ ഒരു സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു ബൾബ് വഴി സീരീസ് ആയിട്ടായിരിക്കും ഈ പ്ലഗിലേക്ക് സപ്ലൈ വരുന്നത്. അപ്പോൾ നമ്മളിതിൽ സീരീസ് ബൾബായിട്ട് ഉപയോഗിക്കുന്ന ബൾബ് എത്ര വാട്ടാണോ അതിൽ കുറവ് ലോഡ് മാത്രമേ നമുക്ക് ഈ ഒരു പ്ലഗിൽ നിന്നും ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇനി ഇതുപോലെ ഈ സീരീസ് ബൾബിന് പകരമായിട്ട് നമുക്ക് കപ്പാസിറ്ററും ഉപയോഗിക്കാവുന്നതാണ്. ഈ സ്വിച്ചിന് പാരലലായിട്ട് നമ്മൾ കപ്പാസിറ്റർ ഫാനിന് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്നതോ മോട്ടോറിന് ഉപയോഗിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള AC കപ്പാസിറ്ററുകൾ, അതായത് പോസിറ്റീവ് നെഗറ്റീവും ഇല്ലാത്ത കപ്പാസിറ്ററുകൾ നമുക്ക് ഇതേ പരിപാടിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ചില ഉപകരണങ്ങൾക്ക് കപ്പാസിറ്റർ സപ്പോർട്ട് ചെയ്യില്ല. ഈ കപ്പാസിറ്റർ വഴി സീരീസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചില ഉപകരണങ്ങൾ കേടായി പോകും. ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാനിത് ബൾബ് ആയിട്ട് കാണിക്കുന്നത്. നമുക്ക് മാർക്കറ്റിൽ ഈസി ആയിട്ട് വാങ്ങാൻ കിട്ടുന്ന സാധാരണ സീലിംഗ് ഫാനിൽ ഉപയോഗിക്കുന്ന 2.5 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ സീരീസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതുവഴി നമുക്കൊരു മൊബൈൽ ഫോണിൻ്റെ ചാർജറോ അല്ലെങ്കിൽ ഒരു 20 വാട്ട് വരെയൊക്കെയുള്ള ലോഡുകളോ ഒക്കെ വർക്ക് ചെയ്യിക്കാം. കപ്പാസിറ്റർ ഉപയോഗിക്കുമ്പോൾ ബൾബിൻ്റെ ആവശ്യമില്ല. കപ്പാസിറ്റർ ഈ ഒരു സ്വിച്ച് ബോർഡിനകത്ത് തന്നെ വെക്കാവുന്നതുമാണ്. ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് കാണിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സപ്ലൈ കണക്ട് ചെയ്ത് ഒന്നാമത്തെ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത് 200 വാട്ടിൻ്റെ ഒരു ബൾബാണ്. അത് നമ്മൾ പ്ലഗിലേക്ക് കണക്ട് ചെയ്യാനാണ് പോകുന്നത്. ഇവിടെ നമ്മൾ സീരീസ് ബൾബായിട്ട്, അതായത് സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബൾബ് 60 വാട്ടിൻ്റെയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ 60 വാട്ട് സീരീസിലേക്ക് നമ്മൾ 200 വാട്ട് ലോഡ് കണക്ട് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്?
ഈ 60 വാട്ട് സീരീസ് ബൾബ് ഫുൾ ബ്രൈറ്റിൽ തെളിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലഗിൽ നമുക്ക് ഫുൾ ലോഡ് ഉപയോഗിക്കാവുന്നതാണ്. ഈ രണ്ടാമത്തെ സ്വിച്ചിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ആ ഒരു റൂമിലുള്ളവർക്ക് ഫുൾ ലോഡ് ഉപയോഗിക്കാൻ നമ്മൾ സപ്ലൈ നൽകേണ്ട സാഹചര്യം വരുമ്പോൾ ഓൺ ചെയ്ത് കൊടുക്കാം. അതുപോലെ ആ ഒരു റൂമിൽ എന്തെങ്കിലും നമുക്ക് നിർമ്മാണ പ്രവർത്തിക്കോ മറ്റോ ഒക്കെ മെഷീനറികൾ ഉപയോഗിക്കണമെങ്കിലും ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ മതി. ഇനി ഞാനിവിടെ ഒരു 35 വാട്ടിൻ്റെ സോൾഡറിങ് അയൺ കണക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം 60 വാട്ടിൻ്റെ ആ ഒരു ബൾബ് വഴി സോൾഡറിങ് അയൺ വർക്ക് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് ലോഡ് എടുക്കുന്നതിൻ്റെ ആ ഒരു ചെറിയ പ്രകാശത്തിൽ ബൾബ് തെളിയുന്നുമുണ്ട്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യുന്ന പ്ലഗിൽ എത്ര വാട്ട് വരെയുള്ള ലോഡ് ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ചിട്ട് അതിനനുസരിച്ചുള്ള ബൾബ് സീരീസ് ബൾബായിട്ട് ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട്. ഏതെങ്കിലും കള്ളന്മാരൊക്കെ നമ്മുടെ ആ ഒരു പ്ലഗ് ഷോർട്ട് ചെയ്തുകൊണ്ട് സപ്ലൈ വിച്ഛേദിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് സാധ്യമല്ല. ഇപ്പോൾ ഞാനിവിടെ നേരിട്ട് ഷോർട്ട് ചെയ്ത് ഇതിലേക്കുള്ള സപ്ലൈ ഓൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ആ ഒരു സീരീസ് ബൾബാണ് തെളിഞ്ഞിട്ടുള്ളത്. നമ്മുടെ സപ്ലൈ ഒരിക്കലും കട്ടാവുകയില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ രണ്ടാമത്തെ സ്വിച്ച് ഈ ഒരു സ്വിച്ച് ബോർഡിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ഓൺ ചെയ്താൽ പോരെ എന്നുള്ളത്. അപ്പോൾ ഞാനിത് ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സ്വിച്ച് ബോർഡിൽ ആ ഒരു രണ്ടാമത്തെ സ്വിച്ച് കണക്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വയറിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒന്നാമത്തെ സ്വിച്ച്, അതായത് ഇതിലേക്കുള്ള സപ്ലൈ ഓൺ ചെയ്യുന്ന സ്വിച്ച് മാത്രമാണ് പ്ലഗിൻ്റെ അടുത്ത് വെക്കേണ്ടത്. സീരീസ് ബൾബ് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ സ്വിച്ച് ഈ റൂമിനകത്തല്ലാതെ നമ്മുടെ നിയന്ത്രണത്തിൽ കിട്ടുന്ന സ്ഥലത്താണ് ഫിറ്റ് ചെയ്യേണ്ടത്. അതിനടുത്ത് തന്നെയാണ് സീരീസ് ബൾബും വെക്കേണ്ടത്. അത് സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ ആയതുകൊണ്ട് അതിന് വേറെ വയർ നീട്ടേണ്ടതില്ല, സ്വിച്ചിനടുത്ത് തന്നെ വെച്ചാൽ മതി. വൈദ്യുതി ദുരുപയോഗം ചെയ്യാതെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായ മൊബൈൽ ഫോൺ മാത്രം ചാർജ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു പ്ലഗ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വൈദ്യുതി മോഷ്ടിക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഗാർഡനിലേക്കും മറ്റുമൊക്കെ അണ്ടർ കേബിൾ ആയിട്ടൊക്കെ ഇട്ടിട്ടുള്ള കേബിളുകളൊക്കെ ഷോർട്ട് ആകാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ അത്തരം ലൈനുകളും ഇത്തരം ഒരു സംവിധാനത്തിലൂടെ കടത്തിവിടുന്നത് നന്നായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോകൾ കാണുന്നതിനും എല്ലാത്തരം മെഷീനറികളും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പവർ എക്സ്റ്റൻഷൻ ബോർഡും സാധാരണ പവർ എക്സ്റ്റൻഷൻ ബോർഡുകളുമെല്ലാം വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക് യു.